ഹായ് ഹലോ ദിസ് ഇസ് വിജിത രാമചന്ദ്രൻ. അപ്പോൾ നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഫേസ് പാക്ക് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മളുടെ മുഖം ക്ലിയർ ആവാനും സോഫ്റ്റ്നെസ് ആവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ സ്കിന്നിനെ കുറിച്ച് പറയാം. അപ്പോൾ എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് വളരെ മുഖക്കുരു വരുന്ന ഒരു സ്കിന്നാണ്. അതുപോലെ തന്നെ വളരെ ഓയിലിയുമാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നല്ലൊരു എഫക്റ്റീവാണ്. അതായത് എൻ്റെ മുഖത്തെ ഓയിൽനെസ് കുറയ്ക്കാനും മുഖക്കുരു വരുന്നത് തടയാനും ഒരു പരിധി വരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖക്കുരു ഇല്ലാത്തവർ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, എല്ലാവർക്കും നല്ലത് തന്നെയാണ്. സോഫ്റ്റ്നെസ് ആണ്. പിന്നെ നമ്മളുടെ മൂക്കിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാതും പോവാനും വളരെ നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു പാക്കിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അതായത് ഈ മുൾട്ടാനി മീറ്റ്, കടലമാവ്, ഇതൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരു പ്രോഡക്റ്റായിട്ട് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള പാക്കുകളൊക്കെ ഒഴിവാക്കി നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളുടെ സ്കിന്നിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ബഡ്ജറ്റിനും. ഇപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് ഈ പാക്കിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളുടെ ഫേസ് നല്ല ക്ലീൻ ആയിട്ട് വാഷ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ പാക്കിന് ആവശ്യമായ സാധനങ്ങൾ. ആദ്യം കടലമാവ്. ഇത് തക്കാളിയാണ്. ഒരു തക്കാളി ഞാൻ മിക്സിയിലിട്ട് അടിച്ചതാണ്. പൾപ്പുണ്ട്. പൾപ്പോട് കൂടി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി വേണ്ടത് ലെമൺ ജ്യൂസ്, മുൾട്ടാനി മീറ്റി, ഹണിയാണിത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡാബറിൻ്റെ ഹണിയാണ്. ഇനി ഗ്ലിസറിൻ വേണം. ഇത് നമ്മുടെ മുഖം സോഫ്റ്റ് ആക്കാൻ നല്ലതാണ്. ഇനി വേണ്ടത് റോസ് വാട്ടർ. അപ്പോൾ ഇനി നമുക്കിത് മിക്സിങ് തുടങ്ങാം. ആദ്യം 2 സ്പൂൺ കടലമാവ് എടുക്കണം. പിന്നെ 2 സ്പൂൺ മുൾട്ടാനി മീറ്റി ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഹണിയാണ്. 1 സ്പൂണോളം ഹണി ഉപയോഗിക്കാം. ഇനി ഗ്ലിസറിൻ, അത്രത്തോളം തന്നെ ഗ്ലിസറിനും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് റോസ് വാട്ടറാണ്. അതും ഒരു 1/2 സ്പൂൺ ഒഴിക്കാം. ഇനി നമുക്ക് നമ്മുടെ ലെമൺ ജ്യൂസ് ഒഴിക്കാം. അതൊരു 2 സ്പൂൺ ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കുന്നുണ്ട്. നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടണം, അത്രയേ ഉള്ളൂ. ഇനി ഞാൻ ടൊമാറ്റോ ജ്യൂസാണ് ഒഴിക്കാൻ പോകുന്നത്. അതും ഒരു 3 സ്പൂൺ ഞാനിവിടെ ഒഴിക്കുന്നുണ്ട്. ഇത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പൾപ്പൊക്കെ കിടക്കുന്നത് കാണാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിനി ഇതിൽ വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ടൊമാറ്റോ ജ്യൂസോ ലൈം ജ്യൂസോ എന്തുവാണെങ്കിലും ആഡ് ചെയ്ത് ശരിയാക്കി എടുക്കാം. ആ കൺസിസ്റ്റൻസി നമ്മളുടെ മുഖത്ത് തേക്കുമ്പോൾ അത് താഴേക്ക് ഒലിച്ചിറങ്ങാനും പാടില്ല, എന്നാൽ ഒരുപാട് ഡ്രൈ ആയി പോകാനും പാടില്ല. നല്ല കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ പാക്ക് റെഡിയാണ്. അപ്പം ഞാൻ മുഖമൊക്കെ ക്ലീൻ ചെയ്തു. ഞാൻ ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ചത് ബെഞ്ചാറസിൻ്റെ ഓയിൽ ക്ലിയർ ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിച്ചത്. ഇതിലുള്ളത് മുൾട്ടാനി പ്ലസ് നീമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓയിലി സ്കിന്നുള്ളവർക്ക് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് നമ്മളുടെ ഓയിൽനെസ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ഈ നെറ്റിയുടെ ഈ ഭാഗത്തും മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ നിറച്ചും ഓയിലുണ്ടാവും. ഭയങ്കര ഓയിലി ആയിരിക്കും. ഭയങ്കരമായിട്ടുള്ള ഒരു ഓയിലി സ്കിന്നാണ് എനിക്കുള്ളത്. അപ്പോൾ എനിക്കിത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു സംഭവം. അപ്പോൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല, ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഓയിൽ സ്കിന്നാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഇൻഗ്രീഡിയൻസിലാണെങ്കിലും മുൾട്ടാനി മിട്ടി, നീം, ലീഫ് പൗഡർ, ഗ്ലിസറിൻ അത്രേ എഴുതിയിട്ടുള്ളൂ. കൂടുതൽ കെമിക്കൽസിൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ല. അപ്പം നല്ലതായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഇങ്ങനത്തെ ഒരു തിക്ക് ഫോം ആയിട്ടുണ്ട്. ഒരുപാട് തിക്കും അല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല. അതായത് ഒരുപാട് തിക്കായാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും ചെയ്യും. മുഖത്ത് അധികം നേരം ഇരിക്കില്ല. പിന്നെ ഒരുപാട് ലൂസായാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ നമ്മൾ തേച്ച് തുടങ്ങുമ്പോൾ താഴേക്ക് വീഴും, ഉടുപ്പിലൊക്കെ ആവും, തറയിൽ പോവും. അപ്പം അങ്ങനെ ആകെ വൃത്തികേടാവും, മുഖത്തിരിക്കില്ല താഴത്തേക്ക്. അപ്പം നമ്മളത് നന്നായിട്ട് തന്നെ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കയ്യിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒന്ന്
ചെയ്ത് നോക്കി വല്ല ചൊറിച്ചിലോ അലർജിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വേണം ഡയറക്റ്റ് മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കാൻ, അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയതിന് ശേഷം വേണം മുഖത്ത് അപ്ലൈ ചെയ്യാൻ. അത് ഇതല്ല, എന്ത് സാധനം നിങ്ങൾ പുതിയതായിട്ട് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കിതിപ്പോൾ തേച്ചു. ഇനി നമുക്കിതൊരു മുഴുവനായിട്ട് ഉണങ്ങണ്ട, ഒരു സെമി ഡ്രൈ ആയിട്ട് നമുക്കിത് കഴുകിക്കളയാം. അപ്പോൾ ഏകദേശം ഞാനിതിപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഫുള്ളും ഈ ഭാഗത്തൊന്നും അധികം ഡ്രൈ ആയിട്ടില്ലെങ്കിലും മൊത്തത്തിൽ ഒരു ഏകദേശം 3/4 ഭാഗത്തോളം ഒക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ ആയാൽ മതി, മുഴുവൻ നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞ് മുറുക് അങ്ങനെയൊന്നും വേണ്ട. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ പ്ലെയിൻ വാട്ടർ കൊണ്ട് വാഷ് ചെയ്താൽ മതി. ജസ്റ്റ് ഇപ്പോൾ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പോയിക്കോളും. പിന്നെ സോപ്പൊന്നും ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട, വെറുതെ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുക. മുഖമൊക്കെ കഴുകി തുടച്ചു. ഇനി നമുക്ക് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബയോ ഓർഗാനിക്കിൻ്റെ അലോവേര ജെല്ലാണ് എടുത്തേക്കണത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇവിടെയൊക്കെ മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ പോയപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫേസ് പാക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വെറുതെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുഖത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാനും മുഖം നല്ല സോഫ്റ്റ് ആവാനും വളരെ നല്ലതാണ്. മുഖം നല്ല ക്ലീൻ ആയിട്ട് കിട്ടും, അഴുക്കൊക്കെ പോയി നല്ല ക്ലീൻ ചെയ്ത് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ മറ്റൊരു വ്ളോഗുമായി കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.